ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. നമുക്കറിയാം സഞ്ജു സാംസൺ എന്ന് പറയുന്നത് എത്രത്തോളം ടാലൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ളൊരു താരമാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന അനീതി അല്ലെങ്കിൽ അന്യായം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രിക്കറ്റ് ഫാനിന് പൊറുക്കാൻ പറ്റുന്നതല്ല. 5 മത്സരങ്ങളിൽ നിന്നും 3 ഇൻ്റർനാഷണൽ സെഞ്ചുറീസ് നേടിയ T20 ക്രിക്കറ്റിൽ 3 ഇൻ്റർനാഷണൽ സെഞ്ചുറീസ് നേടിയ ഒരു താരമാണ് സഞ്ജു സാംസൺ. അതിൽ തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അദ്ദേഹം 2 സെഞ്ചുറി നേടിയിരുന്നു. ആ സഞ്ജു സാംസണെയാണ് ഇന്ന് പ്ലേയിങ് ലെവലിൽ പോലും ഗംഭീറും ക്യാപ്റ്റനും കളിപ്പിക്കാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ ഇങ്ങനത്തെ അവഗണനകൾ നേരിടേണ്ടി വരുന്നത്? ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം അവഗണനകൾ നേരിടേണ്ടി വരുന്നത്. 2014 സഞ്ജു സാംസൺ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. പക്ഷേ ഒരു മാച്ച് പോലും അദ്ദേഹത്തിന് കളിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് 2015 അദ്ദേഹം ഒരു മാച്ച് കളിച്ചത്. അത് സിംബാബ്വെക്കെതിരെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 19 റൺസൊക്കെ അദ്ദേഹം അന്ന് നേടിയിരുന്നു. പിന്നീട് ഇന്ത്യൻ ടീമിലേക്ക് കോൾ വരുന്നത് 2019 നമുക്കറിയാം ഒരുപാട് തവണ സ്കോഡിലുണ്ടായിട്ടും ഒരു തവണ പോലും അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ടീമിൽ തൻ്റെ സ്പോട്ട് ഫിക്സഡ് അല്ലാത്തൊരു പ്ലെയറിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. നമ്മൾ പലപ്പോഴും സഞ്ജു സാംസൻ്റെ കളി കാണുമ്പോൾ അദ്ദേഹം പേടിച്ച് കളിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അദ്ദേഹം IPL നിന്ന് കളിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് ചില സമയത്ത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ വരുമ്പോൾ കളിക്കുന്നത്. അതിന് കാരണം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. കാരണം തൻ്റെ സ്ഥാനം തെറിക്കുമോ എന്നുള്ളൊരു പേടി വെച്ചിട്ടാണ് അദ്ദേഹം പലപ്പോഴും കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറി ഗംഭീർ വന്നപ്പോൾ അദ്ദേഹത്തിന് ചാൻസുകൾ കൊടുത്തു. അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചാണ് ഇനി തൊട്ട് സഞ്ജു സാംസന് റെഗുലറായിട്ട് ടീമിൽ ചാൻസ് കൊടുക്കുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ വീണ്ടും സഞ്ജു സാംസനെ സ്ക്വാഡിൽ പ്ലേയിങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതും ശുഭ്മാൻ ഗില്ലിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പണർ സ്ഥാനം മാറ്റി കൊടുത്തത്. ശുഭ്മാൻ ഗിൽ നമുക്കറിയാം നല്ലൊരു പ്ലെയറാണ്, ക്ലാസിക് പ്ലെയറാണ്, എലിഗൻസ് ഉള്ളൊരു പ്ലെയറാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും T20 മെറ്റീരിയൽ അല്ല. T20 ക്രിക്കറ്റിൽ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു താരമായിട്ട് എനിക്കൊരിക്കലും ശുഭ്മാൻ ഗില്ലിനെ തോന്നിയിട്ടില്ല. മാത്രമല്ല നമ്മളൊരു സെറ്റായ ടീമായിരുന്നു. നമുക്കറിയാം പവർ പ്ലേയിലും അല്ലെങ്കിലും വലിയ റൺസുകൾ നേടുന്നതിനും അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു അഗ്രസീവായിട്ടുള്ള പ്ലേ ആണ് നമ്മൾ T20 ക്രിക്കറ്റിലെ കുറച്ച് നാളായിട്ട് പിന്തുടർന്ന് വരുന്നത്. പക്ഷേ ശുഭ്മാൻ ഗില്ല് വന്നതോടുകൂടി നമ്മുടെ ടീമിൻ്റെ ഒരു ബാലൻസ് തന്നെ തെറ്റി. നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സഞ്ജു സാംസന് 3 സെഞ്ചുറികൾ നേടിയ ഒരു പ്ലെയറിനെ ശുഭ്മാൻ ഗില്ലിന് വേണ്ടി ഓപ്പണിംഗ് സ്ഥാനം ഒഴിവാക്കി കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹം നമ്പർ 5 കളിച്ചെങ്കിൽ നന്നായിട്ട് കളിച്ചു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്ലേയിങ് ലെവലിൽ പോലും ഇല്ല. ഒരേ ഒരു തോൽവി വന്നപ്പോൾ ഗംഭീർ അദ്ദേഹത്തിന് എടുത്ത് വെളിയിലിറങ്ങി. എന്നാൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ശുഭ്മാൻ ഗില്ലും ഒക്കെ 20 കൂടുതൽ മത്സരങ്ങളായ ഒരു 50 പോലും നേടിയിട്ട് അവർക്ക് വീണ്ടും അവസരങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഗംഭീർ സഞ്ജു സാംസനെ കളിപ്പിച്ചത് എൻ്റെ ഒരു ധാരണപ്രകാരം പലപ്പോഴും ഗംഭീർ സഞ്ജു സാംസനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത്. കാരണം അദ്ദേഹത്തിന് ധോണിയുടെ കുറച്ച് വിരോധമൊക്കെ ഉള്ളത് കൊണ്ട് ആണ് സഞ്ജു സാംസനെ ആ സമയത്തൊക്കെ പൊക്കി അടിച്ചിരുന്നത്. അപ്പോൾ ടീമിലേക്ക് വന്നപ്പോഴും ആദ്യത്തെ 2-3 മാച്ചിൽ സഞ്ജു സാംസനെ അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇത് റീസർഫേസ് ചെയ്ത് വന്നു. അതായത് താൻ പണ്ട് പറഞ്ഞ ട്വീറ്റുകളൊക്കെ വീണ്ടും ആരാധകർ ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാൻ വന്നിട്ടും സഞ്ജു സാംസനെ കളിപ്പിക്കാതിരുന്ന ഇവന്മാർ എന്നെ ട്രോളൊന്നും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ടീമിലെടുത്തത്. പക്ഷേ ഇപ്പോൾ ചെന്നൈയിലോട്ട് സഞ്ജു സാംസൺ പോയതിന് ശേഷം അദ്ദേഹം ടീമിൽ നിന്ന് വെളിയിൽ പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ജഡേജ രാജസ്ഥാനിലോട്ട് പോയപ്പോൾ അദ്ദേഹത്തെ വൺ ഡേ ടീമിലെടുത്തു. വൺ ഡേ ടീമിൽ അതിന് മുമ്പത്തെ ടൂറിൽ ജഡേജയെ ടീമിലെടുത്തില്ലായിരുന്നു. പക്ഷേ ജഡേജയെ ടീമിലെടുത്തു ഇത്തവണ. ഇപ്പോൾ രാജസ്ഥാനിലോട്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു അറഗൻസ് അല്ലെങ്കിൽ ഒരു റൂഡ് ബിഹേവിയർ, ഈഗോ വെച്ച് കളിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഗൗതം ഗംഭീറിനെ പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കോച്ചിങ്, പിന്നെ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് മോശം കാര്യങ്ങളുണ്ട് വിരാട് കോഹ്ലിയോട് ചെയ്ത് നമുക്കറിയാം, രോഹിത് ശർമ്മയോട് നമുക്ക് ചെയ്തറിയാം. ഇവർ രണ്ടുപേരെയും പ്രഷറിൽ നിർത്തിക്കൊണ്ട് അവരെ ടീമിൽ നിന്ന് വെളിയിലാക്കി ടെസ്റ്റ് ടീമിൽ നിന്ന് വിരാട് കോഹ്ലി വിരമിക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നത് ഗംഭീർ കാരണമാണ്. അത് പച്ചയായ സത്യമാണ്, ആരും മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല, അത് പച്ചയായ സത്യമാണ്. കാരണം ഗംഭീറാണ് ഒരുപാട് പൊളിറ്റിക്സ് ടീമിൽ കളിച്ചു. എന്താണ് പറയുന്നത്, വിരാട് കോഹ്ലിയെ ഈ ടീമിൽ കളിക്കണമെങ്കിൽ വേറെ പല കാര്യങ്ങളിലോട്ടും പോകണമെന്നും ഇല്ലെങ്കിൽ ടീമിൽ നിന്ന് തന്നെ നിങ്ങളെ പുറത്താക്കുന്നൊക്കെ ഒരു പ്രഷർ വന്നപ്പോഴാണ് വിരാട് കോഹ്ലി ടെസ്റ്റ് മതിയാക്കിയത്. അതുപോലെ തന്നെയാണ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് തെറിപ്പിച്ച് ശുഭ്മാൻ ഗില്ലിനെ അവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഇതെല്ലാം ഗംഭീർ തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് താൻ പറഞ്ഞാൽ എല്ലാം കേൾക്കുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവരിക, അതിന് സീനിയർ പ്ലെയേഴ്സിനെയൊക്കെ ഒഴിവാക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമായിരുന്നു. മാത്രമല്ല ധോണിയോട് അദ്ദേഹത്തിന് നല്ല വിരോധമുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, തന്നെ ടീമിൽ നിന്ന് പുറത്താക്കിയത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അപ്പോൾ ആ ഒരു വിരോധം ഉള്ളതുകൊണ്ട് തന്നെ ചെന്നൈയിലേക്ക് പോകുന്ന പ്ലെയേഴ്സിനൊന്നും അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ സഞ്ജു ചെന്നൈയിലോട്ടാണ് പോയത്, അതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സഞ്ജുവിനെ ഗംഭീർ കളിപ്പിക്കാത്തത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു റീസൺ ആവാം. ഒരു പ്ലെയർ എന്ന നിലയിൽ എനിക്ക് ഗൗതം ഗംഭീറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹം നല്ലൊരു പ്ലെയർ ആയിരുന്നു.
നമുക്കറിയാം വേൾഡ് കപ്പ് ഫൈനലിൽ 97 അടിച്ചതും അല്ലാതെ തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലും വൺ ഡേ ക്രിക്കറ്റിലൊക്കെ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ ഡിസിഷൻസ് ഒന്നും എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ടെസ്റ്റിൽ ബോളേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരു 5 പേസ് ബോളിംഗെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഗംഭീർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊത്തം ബാറ്റിംഗ് ഡെപ്തിലാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാത്രമല്ല എടുക്കുന്ന ബോളേഴ്സ് എല്ലാം വളരെ ശോകമായിട്ടുള്ള ബോളേഴ്സാണ്. പ്രസീദ് കൃഷ്ണയെ പോലുള്ള ബോളേഴ്സിനെയൊക്കെയാണ് എടുക്കുന്നത്. മുഹമ്മദ് ഷാമി, മുഹമ്മദ് സിറാജൊക്കെ നിൽക്കുമ്പോൾ സിറാജിനെ കളിപ്പിച്ചിട്ടുണ്ട്. ഷാമിയെ പോലും സ്കോളിൽ എടുക്കുന്നില്ല. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം കാണിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്, മണ്ടത്തരമാണ്. കാരണം ടെസ്റ്റിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നല്ല രീതിയിൽ ബോൾ എറിയുന്ന 4 പേസ് ബോളിംഗ് ഓപ്ഷൻസ് എങ്കിലും നമുക്ക് വേണം. പക്ഷെ അവിടെയാണ് ഗംഭീർ ബാറ്റിംഗ് ഡെപ്തിലോട്ട് പോയത്. അത് T20 ക്രിക്കറ്റിലും വൺ ഡേയിലും വർക്കാവും, പക്ഷേ ഒരിക്കലും ടെസ്റ്റ് ക്രിക്കറ്റിൽ വർക്കാവില്ല. പക്ഷെ അദ്ദേഹം T20 ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവന്നതോടുകൂടി ടീമിൻ്റെ ബാലൻസ് തന്നെ പോയി. കാരണം അഗ്രസീവ് പ്ലേയിനും അല്ലെങ്കിൽ അടിച്ച് കളിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് കുറച്ച് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തിന് വേറൊരു രീതിയിലുള്ള പ്ലേ ആണ്. അദ്ദേഹം ഒരിക്കലും അഗ്രസീവായിട്ടുള്ള ഒരു ബാറ്റർ അല്ല, അല്ലെങ്കിൽ തന്നെ കോഹ്ലിയെ പോലെ ആക്സിലറേറ്റ് ചെയ്ത് റൺസ് കയറ്റാൻ പറ്റുന്ന ഒരു ബാറ്റർ അല്ല. പക്ഷേ അദ്ദേഹം നല്ലൊരു ബാറ്റ്സ്മാൻ ആണ്. പക്ഷേ T20 ക്രിക്കറ്റിൽ അദ്ദേഹം യോജിച്ച ഒരു പ്ലെയറേ അല്ല. അപ്പോൾ ഇവിടെ ശുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ടീമിൻ്റെ ബാലൻസ് തന്നെ തെറ്റിയെന്നാണ് പറയുന്നത്. ഇനി കുറച്ച് നാളുകൂടെ ഉള്ളൂ നമുക്ക് അടുത്ത നെക്സ്റ്റ് T20 വേൾഡ് കപ്പ് നടക്കാനായിട്ട്. അപ്പോൾ അതിൽ സഞ്ജു സാംസൺ കാണുമോ എന്നുള്ളത് ഇപ്പോഴൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇപ്പോൾ കളിപ്പിക്കുന്ന പ്ലേയിങ് 11 തന്നെ ആയിരിക്കും അവർ അവിടെ ഇറക്കാൻ പോകുന്നത്. അതിൽ സഞ്ജു സാംസൺ കളിക്കുകയാണെങ്കിൽ നല്ലത് എന്ന് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് പറ്റൂ. കാരണം സഞ്ജു സാംസനെ മാതൃകയാക്കിക്കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വരാൻ കൊതിക്കുന്ന ഒരുപാട് മലയാളികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു നീതി നിഷേധം കാണുമ്പോൾ അവരുടെ മനസ്സും മടുക്കും. അപ്പോൾ എന്ത് തന്നെ ആയാലും സഞ്ജു സാംസൺ കളിക്കട്ടെ. ഇന്ന് മാച്ചുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മാച്ച് കളിക്കാൻ പറ്റട്ടെ, നല്ലൊരു സ്കോർ നേടാൻ പറ്റട്ടെ, വീണ്ടും തുടർന്ന് ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കളികൾ കളിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇത്തരം വാർത്തകളും ഇത്തരം വീഡിയോകളും ആണ് നമ്മുടെ ചാനൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.